രാഹുൽ, അമ്പലപ്പുഴയിലെ എം.എൽ.എ. ജി സുധാകരൻ ഇപ്പോൾ നടത്തിയൊരു പരാമർശം. ഇപ്പോൾ എനിക്ക് 28,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ലഭിച്ചത്. അപ്പോൾ ആരോ ചോദിക്കുകയാണ്, കുഞ്ഞാലിക്കുട്ടിക്ക് 1.5 ലക്ഷത്തിന്റെ ഭൂരിപക്ഷം കിട്ടിയല്ലോ എന്ന്. അതൊക്കെ അവിടെ അല്ല, അദ്ദേഹം പറയുന്നത് അങ്ങനെയാണ്. അപ്പൊ എനിക്ക് അദ്ദേഹത്തിന് അവിടെ ഒരാൾ പറഞ്ഞ അവിടെ എല്ലാരും വോട്ട് ചെയ്യും. അതുപോലാണോ ഇവിടെ? അങ്ങനെയാണോ ഇവിടെ കാര്യങ്ങൾ? കുഞ്ഞാലിക്കുട്ടിക്ക് സിമ്പിളായിട്ട് വോട്ട് കിട്ടിയെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ വളരെ സൗമ്യനായ, ഇതുവരെ ഒരു പ്രശ്നവും ഉണ്ടാക്കാത്ത കുഞ്ഞാലിക്കുട്ടിയെ പറ്റിയാണ് ജി സുധാകരൻ പറഞ്ഞിരിക്കുന്നത്. കാര്യം CPM-ൽ നിന്ന് ഇറങ്ങി വന്ന് UDF-ന്റെ പിന്തുണയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇത്തരം പരാമർശങ്ങളോട് നമുക്ക് യോജിക്കാൻ കഴിയുമോ? ഇതിനകത്ത് ജി സുധാകരൻ പറയുന്നതിന്റെ പൊരുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പാണക്കാട് നിന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവിടുത്തെ ജനങ്ങൾ മുഴുവൻ അങ്ങ് കേൾക്കും. ഒരു മുസ്ലിം വിരോധമാണ്, അല്ലെങ്കിൽ മുസ്ലിം അജണ്ടയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അതിന് ഏത് ആസ്പെക്റ്റിൽ ചിന്തിച്ചാലും മുസ്ലിം വിരോധം തന്നെയാണ് ആ പറഞ്ഞു വെച്ചത്. അത് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമ പ്രവർത്തകനോടുള്ള അദ്ദേഹത്തിന്റെ ആക്രോശം കാണുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നത് തന്നെയാണ്. പുള്ളി അദ്ദേഹത്തോട് അദ്ദേഹം ആ വ്യക്തിയോട്, മാധ്യമ പ്രവർത്തകനോട് ചോദിക്കുന്നത്, നീ പണ്ട് വർഗീയവാദി അല്ലായിരുന്നോടാ എന്നൊക്കെയാണ്. അപ്പൊ പുള്ളിക്ക് ഒരു തോട്ട്, ഇൻബിൽട്ട് ആയിട്ടുള്ള ഒരു തോട്ട് ഉള്ളിലുണ്ട്. ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ഇത്രയും വർഷം ഏത് പാർട്ടിയിലായിരുന്നു? CPM-ലായിരുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും ആ പാർട്ടിയിൽ നിന്ന് കിട്ടുന്ന ചില ശീലങ്ങളുണ്ട്. അത് അദ്ദേഹത്തിനെ വിട്ടുപോകാൻ വലിയ പ്രയാസമാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുള്ള ആളുകളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ടൊരു ഭാഷയുണ്ട്. ആ ഭാഷ അവർക്ക് മാത്രമേ സംസാരിക്കാൻ കഴിയുള്ളൂ, അവർക്ക് മാത്രമേ. പിന്നെ ചില ജീവിത ശൈലികളുണ്ട്, ജീവിത രീതികളുണ്ട്. ഇപ്പോൾ സ്വന്തം ഭാര്യയാണെങ്കിൽ പോലും ഭാര്യയെ എടി അങ്ങനെ ഒന്നും വിളിക്കത്തില്ല. ജഗാവേ വരൂ, അല്ലെങ്കിൽ ഭവതി വരൂ. ഇത് പറയുമ്പോൾ എനിക്കൊരു ഒരു യുവ കപ്പിളിനെ ഓർമ്മ വരികയാണ്. പേര് പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ അദ്ദേഹം എന്ന് സംബോധന ചെയ്യുന്ന, ചിലപ്പോൾ അത് റെസ്പെക്റ്റിന്റെ ഒരു ഭാഗമായിരിക്കാം, പക്ഷെ അതൊരു ജീവിത ശൈലിയായി മാറുകയാണ്. അപ്പൊ ഞാൻ ആലോചിക്കാറുണ്ട്, ഈ പുറമേ കാണിക്കുന്ന ആഭരണങ്ങൾ അഴിച്ചിട്ട് സാധാരണ ഒരു മനുഷ്യനായി ജീവിക്കാൻ ആഗ്രഹം ഉണ്ടായില്ല. നമുക്കൊക്കെ നമ്മുടെ പാർട്ട്ണറിനെ അല്ലെങ്കിൽ ഫ്രണ്ടിനെ എടാ അല്ലെങ്കിൽ എടി എന്ന് വിളിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ. വളരെ പേഴ്സണൽ സ്പേസിൽ എല്ലാവരും കയറി എടി എന്ന് വിളിക്കുന്നതിനെ പറ്റിയല്ല പറഞ്ഞത്. അപ്പോൾ അതൊന്നും ഇവർ ആഗ്രഹിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നി പോകാറുണ്ട്. ഇവരുടെ ജീവിതശൈലി അങ്ങനെയാണ്. ഇവര് എല്ലാവരെയും സഖാക്കളെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടും, അല്ലെങ്കിൽ അദ്ദേഹം, അല്ലെങ്കിൽ ഓരോരോ പേരുകൾ ചേർത്ത് അങ്ങനെയൊക്കെ ഓരോ സംബന്ധത്തിലാണ് ഇവർ പോകുന്നത്. അപ്പോൾ ജി സുധാകരനെ സംബന്ധിച്ചാണെങ്കിലും അദ്ദേഹത്തിന് കൃത്യമായിട്ടൊരു ഭാഷാ ശൈലിയുണ്ട്. ആ ശൈലി വിട്ട് പോകാൻ വലിയ പ്രയാസമാണ്. ഇപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് 28,000 വോട്ട് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് കേരളം മുഴുവൻ പിടിച്ചതിന് തുല്യമാണ്. കാരണം ആരോടാണ് പടവെട്ടി വന്നത്? CPM എന്ന് പറയുന്ന പാർട്ടിയോട്, പിണറായി വിജയനോട് പടവെട്ടി. കാരണം അദ്ദേഹത്തിനെ ഒതുക്കി കളഞ്ഞാണ്, തരം താഴ്ത്തിയതാണ്. ഇതിന്റെ എല്ലാം ഒടുവിൽ, അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾക്കൊടുവിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസ്താവനക്കൊടുവിൽ അദ്ദേഹം 28,000 വോട്ടിന് അവിടെ ജയിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അത് പാർട്ടി മാത്രമല്ല, ഈ CPM പാർട്ടിയെ സ്നേഹിച്ചിരുന്ന നിലപാടുള്ള ഒരു വിഭാഗം സഖാക്കൾ കൂടി വോട്ട് ചെയ്തിട്ടാണ് അദ്ദേഹം അധികാരത്തിലേറിയത്, അല്ലെങ്കിൽ 28,000 വോട്ട് ഭൂരിപക്ഷം കിട്ടിയത്. അങ്ങനെ തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം നമുക്കറിയാം, അതൊരു ഇടതുപക്ഷ മണ്ണായിരുന്നു. ആ ഇടതുപക്ഷ മണ്ണിൽ ജി സുധാകരൻ എന്ന് പറയുന്ന നേതാവ് വിജയിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇടതുപക്ഷ വോട്ടുകളും കൂടെ വാങ്ങിച്ചിട്ടാണ്. അദ്ദേഹം ഇതിനു മുമ്പ് അവിടെ നിന്ന് മത്സരിച്ച ഒരാളാണ്. പക്ഷേ അതും ഇദ്ദേഹം കൂടെ നിന്ന് മത്സരിച്ച കാര്യം ഞാൻ അതാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ മാധ്യമ പ്രവർത്തകനോട് കയർക്കുന്ന ദൃശ്യങ്ങൾ കാണുന്നതിന് മുൻപ് വരെ അദ്ദേഹം ഈ പറഞ്ഞ പാർട്ടിയോട് പടവെട്ടി നിൽക്കുന്നു, സ്വന്തമായി നിലപാട് സ്വീകരിക്കുന്നു, ഈ പറഞ്ഞ UDF-നൊപ്പം നിൽക്കുന്നുണ്ടെങ്കിലും സഖാവായി തന്നെ തുടരുന്നു. അങ്ങനെയൊക്കെ അദ്ദേഹത്തിനോടൊരു ബഹുമാനം തോന്നിയിരുന്നെങ്കിൽ അദ്ദേഹം നടത്തുന്ന പരാമർശങ്ങൾ തെറ്റാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ 28,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് കിട്ടിയെങ്കിലും, 50,000 ആണ് കിട്ടിയതെങ്കിലും, 1 ലക്ഷമാണ് കിട്ടിയതെങ്കിലും, കുഞ്ഞാലിക്കുട്ടിക്ക് വോട്ട് കിട്ടുന്നത് വളരെ സിമ്പിൾ ആണ്. ഒരാൾ പറഞ്ഞ അങ്ങ് വോട്ട് കൊടുക്കും എന്ന് പറയുന്നത് വർഗീയ പരാമർശം തന്നെയാണ്. കേരളത്തിലെ ജനങ്ങൾ എന്താ പൊട്ടന്മാരാണോ? ഇവിടെ ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിക്ക് ആളുകൾ വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയുള്ള ആളുകൾ വോട്ട് ചെയ്യുന്നതിനും പ്രധാനപ്പെട്ട കാരണം വികസനം നടക്കുന്നുണ്ട്, അവരുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ജനാധിപത്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിജയിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, നിങ്ങൾ ഇനി എത്ര വികസനം കൊണ്ടുവന്നു കഴിഞ്ഞാലും, ഇനി നിങ്ങൾ എന്തുകൊണ്ട് സ്വർണം കൊണ്ട് മൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, അവിടുത്തെ ജനങ്ങൾക്ക് അവരുടെ സ്വാതന്ത്ര്യത്തോടു കൂടി, ഓരോ മനുഷ്യർക്കും അവരുടെ സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ ഒരു കിളിയെ കൂട്ടിലിട്ടിട്ട് ആ കിളിക്കൊന്നും ആഹാരം കൊടുക്കുന്നു, എല്ലാം കൊടുക്കുന്നു, ഈ കിളിക്കിനി സ്വർണം കൊണ്ടുള്ള കൂടുണ്ടാക്കി കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കിളിക്ക് സ്വാതന്ത്ര്യമില്ലെങ്കിൽ
അതിന് വെറുപ്പായിരിക്കും അയാളോട്, എന്നെ ആ ഇപ്പോ കൂട്ടിലിട്ട് വളർത്തുന്നതിന്. കുഞ്ഞാലിക്കുട്ടി എന്തെങ്കിലും ഒരു വർഗീയ പരാമർശം നടത്തിയതായിട്ടോ ആരെങ്കിലും മോശമായി സംസാരിച്ചതായിട്ടോ നമ്മൾ അറിഞ്ഞിട്ടില്ല, നമ്മൾ കേട്ടിട്ടില്ല. ഇപ്പൊ നമ്മുടെ വേണമെങ്കിൽ ഈ രാഷ്ട്രീയ ചരിത്രം മുഴുവൻ എടുത്ത് പരിശോധിച്ചാലും അദ്ദേഹം ഒരു മോശം പരാമർശം നടത്തിയതായി നമ്മുടെ ഇമ്മീഡിയറ്റ് മെമ്മറിയിൽ ഇല്ല. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ മേന്മ എന്ന് പറയുന്നതും. കുഞ്ഞാലിക്കുട്ടിക്ക് ഇത്രയും അധികം ഭൂരിപക്ഷം കിട്ടി എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഒരു മാധ്യമ പ്രവർത്തകർക്കും ചൊറിയാത്തതിന് കാരണം എന്താണ്? അദ്ദേഹം അത്രയും നന്നായിട്ടാണ് കാര്യങ്ങൾ ഡീൽ ചെയ്തിട്ടുള്ളത്. എത്ര വലിയ വിവാദപരമായിട്ടുള്ള കാര്യമാണെങ്കിലും വളരെ തന്മയത്വത്തോടു കൂടിയാണ്, ഒരു വിവാദവും ഉണ്ടാകരുത് എന്ന് കൃത്യമായിട്ട് ചിന്തിച്ചിട്ടാണ് അദ്ദേഹം ഓരോ കാര്യങ്ങളും പറയുന്നത്. രാഷ്ട്രത്തിലെ ഏറ്റവും വലിയ കാര്യം അതാണ്. ഒരാൾ സംസാരിക്കുമ്പോൾ അയാൾ പറയുന്ന വാക്കിൽ എവിടെയെങ്കിലും ഒന്ന് പിഴച്ചു കഴിഞ്ഞാൽ അത് വലിയ വിവാദമായിരിക്കും. അയാൾ കൊടുക്കുന്ന ഒരു ഷെയ്ക്കാൻഡിന് പോലും വലിയ വിവാദങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ഒന്ന് കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ അത് വലിയ വിവാദങ്ങളായിരിക്കും. അപ്പം ഒരു വെള്ളം ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കുടിച്ചാൽ പോലും അത് കൃത്യമായിട്ട് രാഷ്ട്രീയം കാണുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അത് എപ്പോഴും ചർച്ചയാവുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പറയുന്ന വാക്കുകൾ അതിൽ കൃത്യമായിട്ട് ഉറച്ചു നിൽക്കുന്ന ഒരു രീതിയാണ്. ഇപ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചാണെങ്കിൽ പോലും എന്തുകൊണ്ട് മുസ്ലിം ലീഗ് കൃത്യമായിട്ട് ജനങ്ങളുടെ ഉള്ളിൽ, ജനങ്ങൾ എന്ന് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് നമുക്കറിയാം എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിന്റെ വിലയിരുത്തലുണ്ടായിരുന്നു. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ന്യൂനപക്ഷ വോട്ടുകളിൽ വലിയൊരു വിഭാഗത്തിൽ ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട്. CPM-നോടൊപ്പം എന്നും നിന്നിരുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾ 10 കൊല്ലക്കാലമായിട്ട് CPM-നോടൊപ്പമായിരുന്നു. അന്ന് അവര് ജനാധിപത്യത്തിന്റെ വലിയ പങ്കാളികളായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് ഒരു ഷിഫ്റ്റ് ഉണ്ടായപ്പോൾ ഒരു മുസ്ലിം ആധിപത്യം ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് CPM വരുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, മുസ്ലിങ്ങളാണെങ്കിലും അല്ലെങ്കിലും അവർ ഈ നാട്ടിലെ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുന്ന ആളുകളാണ്, ഈ നാട്ടിൽ വോട്ടുള്ളവരാണ്, ഈ നാട്ടിലെ മനുഷ്യരാണ്. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിലെ ഈ രാജ്യത്തെ പൗരനായിട്ട് ജനിച്ചു വളർന്ന ആളുകളാണ്. അതെ, ഇപ്പോഴും ആ ഒരു സ്റ്റിഗ്മ നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പറയും ഇപ്പൊ 2026 കാര്യങ്ങൾ മാറിയിട്ടുണ്ട്, നമ്മൾ പുരോഗമിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പോലും ഇപ്പോൾ മുസ്ലിം വിരുദ്ധത എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പലയിടത്തും ഉണ്ടായിരുന്ന ഒരു നറേറ്റീവ് എന്ന് പറയുന്നത് ഒരു മുസ്ലിം കാൻഡിഡേറ്റ് മത്സരിച്ച ഒരു സ്ഥലത്ത് അയാൾ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ, കാരണം അവിടെ എല്ലാം സ്വന്തം ആൾക്കാർക്ക് വോട്ട് ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഈ ജി സുധാകരൻ പറയുന്നത്. ഇപ്പോൾ കുറേ പേർ അടക്കം പറയുന്ന കാര്യം അദ്ദേഹം തുറന്നു പറയുന്നു എന്നുള്ള കാര്യമാണ്. മൊത്തത്തിൽ ഇങ്ങനെ ഒരു സ്റ്റിഗ്മ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ മുസ്ലിം ലീഗോ കുഞ്ഞാലിക്കുട്ടിയോ എടുക്കുന്ന നിലപാടുകളുടെ കാര്യം ഒന്ന് നോക്കൂ. ഇപ്പോൾ വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസ് ഉണ്ടായി, ഇപ്പോൾ പേരാമ്പ്രയിൽ തഹലീക്കെതിരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ മുസ്ലിം ലീഗ് എന്ത് നിലപാടാണ് എടുത്തിട്ടുള്ളത്? അന്വേഷണം കൃത്യമായി നടക്കട്ടെ, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഞങ്ങൾക്കത് അറിയണം, അന്വേഷണം നടക്കട്ടെ എന്ന് ആർജവത്തോടൊരു പറഞ്ഞിട്ടുണ്ട്. എനിക്കതിൽ നോട്ട് ചെയ്യാനുള്ള ഒരു പോയിന്റ് കൂടെ ഉണ്ട്. നമ്മൾ കായംകുളത്ത് ലിജു മത്സരിക്കുന്ന മണ്ഡലത്തിൽ അവിടെ പ്രതിഭയായിരുന്നു അവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്. അവിടുത്തെ ഒരു മുസ്ലിം ലീഗിന്റെ നേതാവ് വന്നിട്ട് ഒരു പ്രസംഗം നടത്തി. അദ്ദേഹം അവരുടെ സൗന്ദര്യത്തെ പറ്റി അവരെ മോശമായിട്ട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ നിമിഷം തന്നെ അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തു, അദ്ദേഹത്തിനെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചു. അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പറയുന്ന ഓരോ വാക്കിലും അത് പ്രവർത്തിച്ച് കാണിക്കുമ്പോഴാണ് ഒരു വിവാദം പോലും. എത്ര വർഷമായിട്ട് നമ്മൾ മുസ്ലിം ലീഗിനെ കാണുന്നുണ്ട്, എന്ത് വിവാദമാണ് മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്? ആകെ മറ്റുള്ള ആളുകൾ ഉണ്ടാക്കുന്ന ഒരു വിവാദം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഈ പച്ചക്കൊടി ഇതെന്താ പാകിസ്ഥാന്റെ കൊടിയോ എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ രാഹുൽ ഗാന്ധി ജയിച്ച സമയത്ത് ഇന്ത്യ ഒട്ടാകെ ഏറ്റവും കൂടുതൽ ഓടിയ റീല് എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ കൊണ്ടുവരില്ലേ, വിജയിച്ചു കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ മുസ്ലിം ലീഗിന്റെ ഒരുപാട് പ്രവർത്തകരുണ്ടായിരുന്നു. അവരവരുടെ കൊടിയേന്തിയാണ് വരുന്നത്, വലിയ കൊടികൾ ആകാശത്ത് വീശിയാണ് അവർ വരുന്നത്. ഇതാ പാകിസ്ഥാനുള്ള ആളുകളാണ് അവിടെ കോൺഗ്രസിന് സപ്പോർട്ട് കൊടുക്കുന്നത്. ഇതെന്താ പാകിസ്ഥാനാണോ അതോ ഇന്ത്യയാണോ? ഇന്ത്യയുടെ കൊടിയല്ലേ ഇവിടെ പറക്കേണ്ടത്? ഇതാണോ കോൺഗ്രസിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയെ ചീത്ത വിളിച്ച എത്ര പേരുണ്ട്? അപ്പോ മുസ്ലിം ലീഗിനെ എന്നും ഒരു മുസ്ലിം പാർട്ടിയായിട്ട് മാത്രമാണ് കാണുന്നത്. അവരുടെ നിലപാടുകൾ വർഗീയ പാർട്ടിയായിട്ട് തന്നെയാണ് കാണുന്നത്. ഇന്നേ വരെ അവരെ ഒരു ജനാധിപത്യ പ്രക്രിയയിലെ ഒരു ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ പാണക്കാട് തങ്ങളാണ് പറയുന്നത്, പാണക്കാട് വീട്ടിൽ നിന്നാണ് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത് പറയുന്നു. എന്തുകൊണ്ട് ഈ പാണക്കാട് തങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ എത്ര രാഷ്ട്രീയക്കാർ പോകുന്നുണ്ട്? ഇവിടെ എന്തുണ്ടായാലും അങ്ങോട്ട് ആളുകൾ പോകുന്നത് എന്തുകൊണ്ടാണ്? ഒരു ഉത്തരം അവിടെ നിന്ന് കിട്ടുമെന്നുണ്ടായതുകൊണ്ടാണ്. പലപ്പോഴും ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ചരിത്രം പരിശോധിച്ച് പോകുമ്പോൾ ഇന്ത്യയിൽ വലിയ വർഗീയ വിവാദങ്ങളൊന്നും ഉണ്ടാകാതെ പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പങ്ക്
ഇത്തരത്തിലുള്ള കുടുംബങ്ങൾ വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും അവരെ അംഗീകരിച്ചു കൊണ്ടുവന്നത്. അതായത് വലിയ സംഘർഷങ്ങൾ ഉണ്ടായി, ഈ നാട് മുഴുവൻ നശിച്ചു പോകേണ്ട സാഹചര്യത്തിൽ ചില നിലപാടുകൾ എടുത്തതിൻ്റെ പേരിൽ ഇന്നും ഈ നാട് ഇതേപോലൊരു മതേതര നിലപാടിൽ മുന്നോട്ട് പോകുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഇങ്ങനെയുള്ള കുടുംബങ്ങൾ ഉണ്ടായതുകൊണ്ടാണ്. അപ്പം ഇതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള നിലപാടുകൾ പറയുമ്പോൾ ജി സുധാകരൻ വീണ്ടും വീണ്ടും എയറിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്, ഓരോ വിഷയങ്ങൾ പറഞ്ഞ് തിരുത്തപ്പെടേണ്ടിയിരിക്കുന്നു. ഇതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന പരാമർശങ്ങളല്ല. രാഷ്ട്രീയത്തിൽ, കേരള രാഷ്ട്രീയത്തിൽ നിലനിന്ന് പോകണമെങ്കിൽ ഇത്തരം പരാമർശങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാണ്.